ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, മനോഹരേട്ട ശരത്തിൻ്റെ അമ്മ പോയോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ കളിയാക്കിയിട്ട് പറയാണ്, ഇല്ല, അവർ കാറിൻ്റെ മുകളിൽ ടെൻറ്റ് കെട്ടി അവിടെ താമസം തുടങ്ങി. മനോഹരേട്ടൻ എന്തിനാ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ മനോഹരൻ, ഒരു ശരത്തുമുണ്ട്, അവൻ്റെ ഒരു അമ്മയുമുണ്ട്. ഇങ്ങനെ പോയാലും മറ്റുള്ളവരുടെ മനസമാധാനം കളഞ്ഞു കുളിച്ചാൽ മതിയല്ലോ. അത് കേട്ടോണ്ട് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, അങ്ങനെ തന്നെ നീ പറയണം, നിന്റെ സമാധാനം കളയുന്നതേ അവരല്ല, നിന്റെ മരുമകളാണ്. അപ്പോൾ മനോഹരന്റെ സംസാരം കേട്ട് ദേവിക പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ദേവികയാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടും കൊണ്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് വിഷമത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ദേവികയെ കാണുമ്പോൾ, ആശ്വാസം, ദേവിക മോള് ജീവനോടെയുണ്ട്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കാട്ടോ. അപ്പോൾ പാർവതി പറയണ്, മനോഹരേട്ടൻ ഓരോന്ന് ആലോചിച്ച് ദേവികയെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മുത്തശ്ശി പറയണേ, നീ വെറുതെ അവളെ നോക്കി ദഹിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ, എന്തൊരു സ്നേഹമാണ് മരുമകളോട് അമ്മയ്ക്ക്. ദേവികയോട് ചോദിക്കുകയാണ്, മോളെ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക, ഞാൻ കഴിച്ചു വെച്ചാ എന്ന് പറയുമ്പോൾ, നീ വെറുതെ പറയണ്ട, നീ ഒന്നും കഴിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം. ശരത്തിന്റെ അമ്മ ഓരോന്ന് വിളിച്ച് പറഞ്ഞു പോയതിന് മോളൊന്നും വിഷമിക്കേണ്ട, അച്ഛൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ, അതെന്താ നീ വിശ്വസിക്കാത്ത? ആരെങ്കിലും സ്വന്തം ജീവൻ സ്വയം ഇല്ലാതാക്കിയതിന് ദേവിക മോൾ എന്ത് പിഴച്ചു? കാണാനും ഭംഗി നല്ല സ്വഭാവമുള്ള ഏതൊരു പെൺകുട്ടിക്കും പലയിടത്തു നിന്നും പല ആലോചനകളും വരും. ഇതിന് എല്ലാം കയറി അങ്ങ് ആലോചിക്കാനൊന്നും പറ്റില്ലല്ലോ. ദേവിക മോളുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ പറയേണ്ടതുണ്ട്. അതിന്റെ പേരിൽ തൂങ്ങിച്ചാവുക എന്ന് പറഞ്ഞാലൊക്കെ എന്ത് ചെയ്യാന്? ഇങ്ങനെയുള്ള ആൾക്കൊക്കെ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ പെൺകുട്ടികളെ കൊടുക്കും? അവൻ അത്രയ്ക്ക് ദുർബല ഹൃദയനാണെന്നൊക്കെ പറഞ്ഞ് ദേവികയെ ന്യായീകരിച്ചോണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. ദേവികയ്ക്ക് സപ്പോർട്ടായിട്ട് തന്നെ മനോഹരൻ സംസാരിക്കും. ദേവികയ്ക്ക് അതൊരു വല്ലാത്ത ആശ്വാസമാവാണ്. പാർവതി പറയാണ്, ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവളെ എനിക്ക് ന്യായീകരിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണ, അതിന് നിന്നോട് ആര് പറഞ്ഞു ന്യായീകരിക്കാൻ? ഈ ദേവിക മോളെ കുറ്റപ്പെടുത്തുമ്പോൾ അവളെ ന്യായീകരിച്ച് ചേർത്ത് പിടിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണ, അച്ഛാ, എൻ്റെ പേരിൽ അച്ഛനും അമ്മയും വഴക്കിടരുത്, എൻ്റെ വിധി ഞാൻ അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ അച്ഛാ എന്ന് പറയട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പാർവതിക്കും മുത്തശ്ശിക്കും ഒന്നും തീരെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് മുത്തശ്ശി പറയണ, ഒരു വിശാല ഹൃദയ എന്ന് പറഞ്ഞ് ദേവികയെ അപമാനിച്ച പോലെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ മനോഹരൻ പറയണ, മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട, അവൻ തൂങ്ങി മരിച്ചതിന് മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവന്റെ വിധിയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, എന്താടാ മനോഹര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വയം കെട്ടിത്തൂങ്ങിയതാണോ അതോ കെട്ടിത്തൂക്കിയതാണോ എന്നത് നമുക്കറിയില്ലല്ലോ. ആര് കെട്ടിത്തൂക്കാനാ അമ്മേ? ദേവികയുടെ അച്ഛനോ അതോ ദേവികയും ദേവികയുടെ അച്ഛനും കൂടി ചേർന്നോ? അമ്മ വല്ലാതെ അങ്ങ് CBI കളിക്കല്ലേ. നീ അഥവാ കെട്ടിത്തൂക്കിയതാണെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ശരത് മോൻ ആയിരിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി മുത്തശ്ശിയും പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ചേട്ടനില്ലാതായാൽ പിന്നെ എല്ലാ സ്വത്തുക്കളും ശരത്തിനാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണേ, എന്തിനാ മനോഹരേട്ട അങ്ങനെയൊക്കെ പറയുന്നത്? കിട്ടുന്ന അവസരത്തിലൊക്കെ ശരത്തിനെ എങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഈ സംസാരം ഇവിടെ നിർത്തിയേക്ക് എന്നും പറഞ്ഞ് മനോഹരൻ നിത്യയെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേവികയും ഒപ്പം പോവുകയാണ്. പിന്നീട് ശങ്കറും സ്വാമിയും കൂടി സംസാരിക്കുകയാണ്. ശരത്തിന്റെ അമ്മ പ്രഭാവതിയെ കുറിച്ച് കേട്ടപ്പോൾ എന്തോ എന്നറിയില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും ഒരു ഞെട്ടലുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ദേവികയാണ് ഇവിടെയും പ്രതിയായി വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാമി പറയാണ്, ദേവികയല്ല, ദേവികയുടെ അച്ഛനെയാണ് അവർ പ്രതിയാക്കുന്നത്. ജയശങ്കർ പറയാണ്, അപ്പോഴും ദേവിയെ തന്നെയാണല്ലോ അവർ ഉന്നം വെക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ കേസും നിരഞ്ജൻ സാർ ഏറ്റെടുക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് സ്വാമി പറയട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ദേവികയുടെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നിരഞ്ജൻ സാറാണല്ലോ എല്ലാത്തിനും ഇടപെടുന്നതും, പിന്നെ കൂട്ടിനിപ്പോൾ അക്ഷര മേഡവും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അക്കാര്യവും ഇനി അവർ ഏറ്റെടുക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് പിന്നെ സ്വാമി പൊന്നുമണിയെ കുറിച്ച് പറയണ്, പൊന്നുമണിയും നമുക്കൊരു ഭീഷണിയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ പൊന്നുമണി നമുക്കൊരു ഭീഷണിയാവുന്നത് എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ, ആ പെൺകുട്ടി ഇപ്പോൾ ഡ്രഗ് മാഫിയയുടെ കൂടെയാണ്, അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു പത്രവാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ കൂടി ബാധിക്കും, നമ്മുടെ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതിനെക്കുറിച്ച് അതൊരു പ്രശ്നമായി തീരുമെന്ന് പറയട്ടോ. അപ്പോൾ ജയശങ്കറിന് അത് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം ചെയ്യണം, അതിന് നിരഞ്ജൻ സാറിനോട് പറയണം, വെറുതെ വയ്യാവാലിയൊന്നും ഏറ്റെടുക്കാൻ നിൽക്കരുത്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചോളാം എന്ന് ജയശങ്കർ പറയട്ടോ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം നടത്താം എന്ന് പറയണേ. അപ്പോൾ തങ്കച്ചിയെ വിളിക്കണ്ടേ എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ ഉറപ്പായും തങ്കച്ചിയെ വിളിക്കണം എന്ന് സ്വാമി പറയണേ. എന്നിട്ട് വിളക്ക് കൊടുത്തുന്ന ചടങ്ങ് അത് തങ്കച്ചിയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ജയശങ്കർ പറയുമ്പോൾ അത് ഉറപ്പായും ചെയ്യണം എന്ന് സ്വാമി പറയട്ടോ. എങ്കിൽ നല്ല ഐശ്വര്യമുണ്ടാവും, തങ്കച്ചിയെ വിളിക്കുമ്പോഴത്തേക്കും ഉറപ്പായും തങ്കച്ചി വരുമെന്ന് പറയട്ടോ. അങ്ങനെ ഉദ്ഘാടനത്തിന് തങ്കച്ചിയെ വിളിക്കാമെന്ന് ജയശങ്കറും സ്വാമിയും കൂടി തീരുമാനിക്കുകയാണ്. പിന്നീട് മനോഹരൻ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പാർവതി വരികയാണ്. ഈ ഡ്രസ്സിൽ നല്ല വിയർപ്പ് നാറ്റമുണ്ട്, ഇതൊന്ന് കഴുകിയിടാമെന്ന് പറഞ്ഞു പോവുകട്ടോ. അപ്പോൾ മനോഹരൻ പറയണ, ആണുങ്ങൾ
ഞങ്ങളിങ്ങനെ വിയർക്കുന്നത് കൊണ്ടാണ് ആഹാരത്തിന് രുചി കൂടുന്നത്. പിന്നെ നിനക്ക് എൻ്റെ ഡ്രസ്സുകൾ അലക്കാറപ്പാണെങ്കിൽ നീ അത് ചെയ്യണ്ട. എനിക്ക് ഒരു ഡ്രസ്സ് അലക്കാനൊക്കെ ഉള്ള ആരോഗ്യമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ദേവിക മോള് ചെയ്തോളും എന്ന് പറയട്ടോ. അപ്പോൾ പാർവതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഓ, ഒരു ദേവിക മഹാത്മ്യം എപ്പോഴും അത് പറയാനുണ്ടല്ലോ. അത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറയുന്നത്. ദേവികയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനിയിപ്പോൾ ശരത്തിൻ്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആര് തന്നെ പറഞ്ഞാലും ദൈവം തമ്പരാൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ അത് വിശ്വസിക്കില്ല. അപ്പോൾ പാർവതി പറയണ അനുഭവം വരുമ്പോൾ പഠിച്ചോളും എന്ന് പറയുമ്പോൾ ഓ, ഞാൻ അങ്ങ് പഠിച്ചോളാം. മക്കളുടെ വേർപാട് അത് പെറ്റ വയറിന് മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ദേവികയെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് ശരത്തിന്റെ ഏട്ടൻ തൂങ്ങി മരിച്ചതെങ്കിൽ ശരത്ത് സുതിമോനോട് ചങ്ങാത്തം കൂടിയപ്പോഴും ഈ വീട്ടിൽ നുഴഞ്ഞു കയറിയപ്പോഴൊക്കെ ശരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രതികാരം. നിത്യമോളോട് അവന്റെ ഇഷ്ടത്തിനുള്ള അർത്ഥം എന്തായിരുന്നു? ദേവിക മോളോടുള്ള പകയല്ലേ എന്നങ്ങ് ചോദിച്ചപ്പോ പാർവതിക്ക് പെട്ടെന്നാതെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ് മനോഹരൻ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മുടെ നിത്യമോളുടെ നാവൊന്ന് അനങ്ങിക്കൊണ്ട് തെളിയും എല്ലാ സത്യവും. അതുവരെ നീ ശരത്തിനെ കുറിച്ച് ഭജന പാടി നടന്നോ എന്നങ്ങ് പറഞ്ഞ് മനോഹരൻ പോവുകയാണ്. എന്നിട്ട് ശരത്തും പ്രഭാവതിയും കൂടി ശരവണനെ കാണാൻ ചെല്ലാൻ കേട്ടോ. എന്നിട്ട് പറയണ, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. കുറച്ച് പൈസ ശേഖരിക്കണം. അത് ആരെ കാണണം, എവിടെ പോയി കാണണം എന്നുള്ളതൊക്കെ ഞങ്ങൾ വഴിയെ അറിയിച്ചോളാം. ലൊക്കേഷൻ അയച്ചു തന്നോണ്ട്. പിന്നെ എന്നോട് നേരിട്ട് ഒന്നിനും സംസാരിക്കുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങ് കോണ്ടാക്ട് ചെയ്തോളാം എന്നൊക്കെ പ്രഭാവതി പറയട്ടോ. അങ്ങനെ ശരവണനോടും ഒപ്പമുള്ള സ്ത്രീയോടും പറയാണ് ശരത്ത്, ഇവിടത്തെ പണി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെന്നെ ദുബായിലേക്ക് പറഞ്ഞയക്കും എന്ന് പറഞ്ഞ് മോഹിപ്പിക്കാൻ. പക്ഷേ ശരവണനും കൂടെയുള്ള സ്ത്രീക്കും അറിയുന്നില്ല, ശരത്തും ശരത്തിന്റെ അമ്മയും ഞങ്ങളെ പറ്റിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ശേഷം അവരെ കൈയൊഴിയാനുള്ള പരിപാടിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറയട്ടോ. അങ്ങനെ പ്രഭാവതിയും ശരത്തും അടുത്ത ഒരു പ്ലാൻ തയ്യാറാക്കണം. പിന്നീട് പൊന്നുമണി മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടെ അമ്മ വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നുമണി നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയട്ടോ. നീ എന്താ അങ്ങനെ പറയുന്നത്? നിനക്ക് തോന്നിയതുപോലെയൊന്നും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ സമ്മതം എനിക്ക് എന്തിനു വേണം? എനിക്ക് അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം. അതിനുള്ള വഴിയാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. അതിന് ഞാൻ എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ ഇങ്ങനെ തോന്നിയതുപോലെ വിടാനൊന്നും പറ്റില്ല. നീ ഒരു തവണ അങ്ങനെ നടന്നതുകൊണ്ടുള്ളത് ഇപ്പോഴും നീ അനുഭവിക്കുന്നതല്ലേ. അതുകൊണ്ട് നീ ഇനി അങ്ങനെ നടക്കാൻ പറ്റില്ല. ശങ്കരേട്ടനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ അങ്ങനെ അച്ഛൻ്റെ പേര് പറഞ്ഞൊന്നും എന്നെ ഭരിക്കാനൊന്നും നിൽക്കണ്ട. എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് എന്തുണ്ടായി? എൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്നെ ആരും ഭരിക്കാനൊന്നും വരണ്ട. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്ന് പറഞ്ഞ് നല്ല തർക്കുത്തരം പറഞ്ഞിട്ടാണ് കേട്ടോ പൊന്നുമണി പോകുന്നത്. അങ്ങനെ പൊന്നുമണി ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ് പൊന്നുമണി റൂമിലേക്ക് പോയി കഥക് അങ്ങ് കുറ്റിയിടാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്നുമണിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിരഞ്ജൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിരഞ്ജൻ്റെ അമ്മ നിരഞ്ജന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊന്നുമണിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണ. പൊന്നുമണി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നല്ല സംശയമുണ്ട്. നിരഞ്ജ നീ ഒന്ന് ഇടപെടണം എന്ന് പറയട്ടോ. അമ്മ വിഷമിക്കാതിരിക്കുക, ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് അക്ഷര വന്നിട്ടുണ്ടാവും. അങ്ങനെ അക്ഷരയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ജയശങ്കർ കേട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ജയശങ്കർ നിരഞ്ജനോട് പറയണേ, പൊന്നുമണി ചെറിയ കുട്ടിയൊന്നുമല്ല, അവൾക്ക് തീയും വെള്ളവും കണ്ടാൽ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെട്ട് കൈ പൊള്ളിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾക്ക് കൂടി ദോഷം ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ വിശാലാണ് ആദ്യമായിട്ട് പൊന്നുമണി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് എന്ന് പറയട്ടോ ജയശങ്കറിനോട്. അപ്പോൾ അത് കേട്ടും കൊണ്ട് കാഞ്ചന വരികയാണ്. എന്താണ് എൻ്റെ മോനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് ആൻറ്റി പറഞ്ഞത്. വിശാല് പൊന്നുമണിയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണേ, ആ പൊന്നുമണിക്ക് ചിലപ്പോൾ ഡ്രഗ്സ് കൊടുക്കുന്നതൊക്കെ വിശാലായിരിക്കും എന്ന് പറയട്ടോ. അപ്പോൾ കാഞ്ചന പറയണേ, വെറുതെ എൻ്റെ മോനെക്കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അക്ഷര പറയണേ, വിശാലിനെ കുറിച്ച് അങ്ങനെ നല്ലവനാക്കാനൊന്നും നോക്കണ്ട ആൻറ്റി എന്ന് പറയുമ്പോൾ എന്താ ഞാൻ നിന്നോടങ്ങ് പറയണോ? ഈ നിൽക്കുന്ന നിരഞ്ജനെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും പറയാതെ നിൽക്കുന്നത് പറഞ്ഞപ്പോൾ അക്ഷര പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കണ്ടോ. അങ്ങനെ ജയശങ്കർ പറയണേ, പൊന്നുമണിയുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചോ, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ജയശങ്കർ പോകുന്നത്. പിന്നീട് നിത്യയെക്കുറിച്ച് ദേവികയും മെലിനും കൂടി സംസാരിക്കാൻ നിത്യമോള് എത്രയും പെട്ടെന്നൊന്ന് സംസാരിക്കുകയും എണീക്കുകയും ചെയ്താൽ മതിയായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നാളെ പോയി നടത്തണം എന്നൊക്കെ ദേവിക പറയട്ടോ. അപ്പോൾ മെലിനും പറയണേ, ഞാനും ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട്, എല്ലാം പെട്ടെന്ന് ശരിയാവും എന്നൊക്കെ പറയണേ. അങ്ങനെ റൂമിൽ ദേവിക ചേച്ചിക്ക് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് വല്ലാത്ത വിഷമമുണ്ടല്ലോ
ഉണ്ടല്ലേ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് ദേവിക പറയുമ്പോൾ എന്നാൽ ഇന്ന് ഇവിടെ കിടന്നോ എന്ന് പറയുമ്പോൾ അത് വേണ്ട, നിന്നെ കൂടി ഞാൻ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കാവും അടുത്ത വഴക്ക് കേൾക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിത്യയെ ഒന്ന് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ദേവിക റൂമിൽ നിന്ന് പോവാൻ നിൽക്കാം കേട്ടോ. ഈ സമയത്താണ് പ്രഭാവതി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പ്രഭാവതി മുഖം മൂടിയൊക്കെ ഇട്ട് പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ആ ഡ്രൈവറോട് പറയണേ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ നേരെ അവരുടെ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നീട് പ്രഭാവതി നിത്യ കിടക്കുന്ന റൂമിൻ്റെ ജനലിൻ്റെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് നിത്യയെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ. അത് കാണുന്ന നിത്യയ്ക്ക് പേടിയാവുകയാണ്. അങ്ങനെ പ്രഭാവതിയെ കാണുമ്പോൾ പേടിക്കൊണ്ട് കൈവിരൽ അനക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ പ്രഭാവതിയുടെ ആ ഒരു നോട്ടം കാരണം നിത്യയ്ക്ക് വല്ലാത്ത ഒരു പരിഭ്രമം വരികയാണ്. അങ്ങനെ ഇത് കണ്ടുകൊണ്ടാണ് ഇനിൻ വരുന്നത്. അങ്ങനെ നിത്യയെ എന്തു പറ്റി, എന്താണ് നിത്യയ്ക്ക് ഇത്ര പെപ്രാളം എന്നൊക്കെ ആ സമയത്ത് മെലിൻ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പ്രഭാവതി വന്ന ആ ഒരു നിഴലും കാര്യങ്ങളൊക്കെ അത് ദേവിക കാണുകയാണ്. അങ്ങനെ ദേവിക പ്രഭാവതിയുടെ അടുത്തേക്ക് ആ ഇരുട്ടത്ത് കൂടെ ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രഭാവതിയെ തട്ടി താഴേക്ക് വീഴ്ത്തിയിടുകയാണ് ദേവിക. പ്രഭാവതി ഓടി രക്ഷപ്പെടുന്ന ഇടയ്ക്ക് നിലത്തേക്ക് വീണതോടുകൂടി ദേവിക പ്രഭാവതിയുടെ മുഖം മൂടി അങ്ങ് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ദേവിക പ്രഭാവതിയെ കണ്ടതോടുകൂടി ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇത് ശരത്തിൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നല്ല ഒരു നാടകം തന്നെയാണ് കളിക്കുന്നത് എന്ന് ദേവികയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പ്രഭാവതി തന്നെയാണ് എൻ്റെ നിത്യമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ദേവികയുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് കേട്ടോ. അങ്ങനെ പ്രഭാവതി അവിടെ നിന്ന് പോവുകയാട്ടോ. പക്ഷേ ദേവിക ഇനി പ്രഭാവതിയെ കണ്ട കാര്യം ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ദേവിക അക്കാര്യം ആരോടും പറയുന്നില്ല. അങ്ങനെ ശരത്തുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരത്ത് പറയാണ് ഇനിയും എൻ്റെ അമ്മ ഇവിടേക്ക് വരുമടി, എന്നിട്ട് നിത്യയെ ഭയപ്പെടുത്തി അവളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ദേവിക പറയാണ് നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. എൻ്റെ നിത്യമോള് എത്രയും പെട്ടെന്ന് സംസാരിക്കുകയും എണീക്കുകയും ചെയ്യും. എന്നിട്ട് നിൻ്റെ മുഖം മൂടി എല്ലാവർക്കും മുന്നിലും ഞങ്ങൾ തുറന്ന് കാണിക്കുമെടാ എന്ന് ദേവിക ശരത്തിനെ വെല്ലുവിളിക്കണം.